അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 170. കുഞ്ഞ മതി. അഗ്നി പെട്ടെന്ന് അവൾക്കടുത്തേക്ക് ഓടി വന്നു. ഏയ്! ജ്വാല അവന് നേരെ ശബ്ദമുയർത്തി. അഗ്നി ഞെട്ടിപ്പോയി. കുഞ്ഞ, എൻ്റെ അടുത്തേക്ക് വരരുത് ദേവേട്ട. എനിക്കാകെ ദേഷ്യം വന്നിരിക്കുക, അതുകൊണ്ട് വരരുത്. അവൾ അവന് നേരെ മുരണ്ടു. എൻ്റെ കണ്ണാ, അഗ്നിയേട്ടനിപ്പോൾ അവളെ തടഞ്ഞ അവൾ ചിലപ്പോൾ അഗ്നിയേട്ടനെ അടിച്ചോന്നല്ല അപ്പേട്ട അവളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊന്നു അപ്പുവിനോട് ചോദിച്ചു. അവൻ അതേയെന്ന് ദയനീയമായി തലയാട്ടി. യോ, ആരെങ്കിലും അവളെ ചെന്നൊന്ന് പിടിച്ചു മാറ്റ്, ഇല്ലെങ്കിൽ അവളിന്ന് സുരഭിയെ കൊല്ലും. പൊന്നു പേടിയോടെ പറഞ്ഞു. അവൾക്കത് ആവശ്യ. ഈ നട്ടപ്പാതിരിക്ക് അവൾക്കെന്താ എൻ്റെ മോനോട് ഇത്ര പറയാനുള്ളേ? ചിത്ര പുച്ഛത്തോടെ പറഞ്ഞു. അമ്മ യൂട്ടു? പൊന്നു വല്ലായ്മയോടെ ചോദിച്ചു. ആ, ഞാൻ തന്നെ. ചാവട്ടാ നഷ്ടവള്. ചിത്തൂന് അപ്പോഴും കലിപ്പ് തന്നെ. ബെൽറ്റിന്റെ ശബ്ദം വീണ്ടും ഉയർന്നതും പൊന്നു സൗബിയെ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നിർത്തി. ചെന്ന് നിന്റെ ചേച്ചിയെ രക്ഷിക്കടി. അവള് പറഞ്ഞതും സൗബി പേടിയോടെ അവളെ നോക്കി. അതെ, വേഗം ചെല്ല്, മീനുവും പറഞ്ഞു. അപ്പോഴാണ് അവൾ സൗബിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അല്ല, ഇവളുടെ മുഖത്തിന് ഇത് എന്തു പറ്റി? ആരാ നിന്നടിച്ചേ? മീനു സംശയത്തോടെ ചോദിച്ചു. സൗബി കണ്ണു നിറച്ച് പേടിയോടെ പൊന്നുവിനെ നോക്കി. പൊന്നു അവളെ നോക്കി ചുണ്ടുകൊട്ടി കാണിച്ചു. ഓ, അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. എടി, നീ ഇപ്പൊ ചെന്ന് നിന്റെ ചേച്ചിയെ രക്ഷിക്ക്, അല്ലേ നിനക്ക് ഇനി ചേച്ചി ഉണ്ടാവില്ല. അതും പറഞ്ഞ് പൊന്നു സൗബിയെ പിടിച്ച് മുന്നിലേക്ക് തള്ളി. എനിക്ക് എനിക്ക് പേടിയാ, സൗബി വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? നിന്നെ അവളൊന്നും ചെയ്യില്ല, അങ്ങോട്ട് ചെല്ല്. പറയുന്നതിനൊപ്പം പൊന്നു സൗബിയെ പിടിച്ച് ജ്വാലയുടെ മുന്നിലേക്ക് തള്ളി. സുരഭിയെ അടിക്കാനായി വീശിയ ബെൽറ്റ് അതോടുകൂടി സൗബിയുടെ പുറത്ത് തന്നെ കൊണ്ടു. പുറം പൊത്തിപ്പിടിച്ച് സൗബി ഉറക്കെ അലറിക്കരഞ്ഞു. ആ അടിയോടുകൂടി ബെൽറ്റ് പൊട്ടി നിലത്തേക്ക് വീണു പോയിരുന്നു. സൗബിയുടെ അലർച്ച കേട്ട് പൊന്നു വാപ്പൊത്തി ചിരിച്ചുപോയി. അപ്പോനും ചിരി വന്നു. നിന്നോട് ആരടി ഇപ്പൊ ഇതിനിടയിലേക്ക് വരാൻ പറഞ്ഞേ? ജ്വാല സൗബിക്ക് നേരെ അലറി. സൗബി പെട്ടെന്ന് അവൾക്ക് നേരെ കൈകൂപ്പി. ജ്വാല, എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പൊക്കോളാം. അവള് പേടിയോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടി. പൊന്നു മീനു അത് കണ്ട് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുപോയി. ജ്വാല നിലത്ത് ചുരുണ്ടു കിടക്കുന്ന സുരഭിയെ വെറുപ്പോടെ നോക്കി. അവളുടെ വെള്ള നിറമുള്ള സാരിയിൽ അവിടെവിടായി രക്തം പടർന്നിട്ടുണ്ട്. കയ്യിലും മുഖത്തും കാലിലും മറ്റുമായി ബെൽറ്റിന്റെ പാടുകൾ വീങ്ങിക്കിടക്കുന്നു. ജ്വാല അതെല്ലാം നോക്കിക്കൊണ്ട് സുരഭിക്ക് അടുത്തേക്ക് വന്നു. മോനെ കണ്ണ, മോഹൻ പേടിയോടെ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ അഗ്നി പെട്ടെന്ന് ചെന്ന് ജ്വാലയെ പിറകിന്ന് ചുറ്റിപ്പിടിച്ചു. വിടെന്നെ, വിടാൻ! ജ്വാല അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. അഗ്നി പെട്ടെന്ന് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. ജ്വാല ഞെട്ടിപ്പോയി. മതി കുഞ്ഞ, ഇനി എന്തെങ്കിലും ചെയ്താ അവള് ചത്തുപോവും. എനിക്ക് അവളെ ജീവനോട് ആവശ്യമുണ്ട്, അഗ്നി അവളോട് പതിയെ പറഞ്ഞു. ജ്വാല അവനീന്ന് എന്നിട്ടും കുതറി മാറാൻ ശ്രമിച്ചു. കുഞ്ഞ, അത്രമേൽ പ്രണയത്തോടെ അഗ്നി വിളിച്ചു. ജ്വാല പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നുപോയി. പകപ്പോടെ നിലത്ത് കിടക്കുന്ന സുരഭിയെ ഒന്ന് നോക്കിയവൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് മനസ്സിലാക്കിയ പോലെ അഗ്നി പെട്ടെന്ന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. കുഞ്ഞാ, ദേവേട്ട! ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ഉടൽ വിറയ്ക്കുന്നുണ്ട്. കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. സൗബി പക്ഷേ സുരഭിക്ക് ജീവനുണ്ടോന്ന് എത്തി നോക്കുകയാണ്. അവളുടെ ബോധം പൂവാറായതുപോലെയാണ് കിടപ്പ്. അഗ്നി ജ്വാലയുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ജ്വാല അവന്റെ കണ്ണിലേക്ക് നോക്കി. ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണോ ഇവള്? ജ്വാലയ്ക്ക് അതോർക്കവേ സങ്കടം സഹിക്കുന്നില്ലായിരുന്നു. ഒപ്പം സുരഭിയുടെ ജീവൻ തന്നെ എടുത്താലോ എന്ന് പോലും അവള് ചിന്തിച്ചുപോയി. അവള് പെട്ടെന്ന് അഗ്നിയിൽ നിന്നും അകന്നു മാറി. അഗ്നി അവളെ തന്നെ ഉറ്റുനോക്കി. എങ്കിലും അത് ശ്രദ്ധിക്കാതെ അവൾ സുരഭിയുടെ അടുത്തേക്ക് നടന്നു. കുഞ്ഞാ, അഗ്നി വിളിച്ചു. അവൾ അവനെ തിരിഞ്ഞൊന്നു നോക്കി പതിയെ സുരഭിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. മുഖമാകെ ചോര നിറത്തിൽ കിടക്കുന്ന സുരഭിയെ ഒട്ടും ദയയില്ലാതെ ജ്വാല നോക്കി. കൊല്ലല്ലേ, സുരഭി പറഞ്ഞു. ജ്വാല അവളെ കണ്ണു നിറച്ചു നോക്കി. എന്തിനാ എന്തിനാ നിനക്ക് എന്നോട് ഇത്രയ്ക്ക് പക? സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എല്ലാരും ഞാൻ, എന്നിട്ടും എന്നെ എങ്ങനെ ദ്രോഹിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കരുതി ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവുന്ന്. പക്ഷെ ഇപ്പം എൻ്റെ ദേവേട്ടനെ എന്നിന്ന് തട്ടിപ്പറിക്കാനുള്ള പകയായി നിനക്ക് എന്നോട്. ജ്വാലയുടെ മുഖം ചുവന്നു. എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയില്ലേ? അന്നെൻ്റെ ദേവേട്ട വന്നില്ലായിരുന്നെങ്കിൽ ജ്വാല ഉണ്ടാവില്ലായിരുന്നു, അവള് പറഞ്ഞു. കുഞ്ഞാ, അത് കേട്ട് അഗ്നി അവളെ ദേഷ്യത്തോടെ വിളിച്ചു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ടും നിന്നോട് ഞാൻ ക്ഷമിച്ചിട്ടല്ലേ ഉള്ളൂ സുരഭി. എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട ദേഷ്യത്തില് നിന്നെ ദേവേട്ടൻ അടിച്ചപ്പോഴും നിന്നെ രക്ഷിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. കാരണം ജ്വാല നിങ്ങളാരും സ്നേഹിച്ചിട്ടില്ലെങ്കിലും ജ്വാല നിങ്ങളെയെല്ലാം ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവള് പറഞ്ഞു നിർത്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. സുരഭി തളർന്ന കണ്ണുകൾ വലിച്ചു തുറന്നു. പെട്ടെന്ന് ജ്വാലയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അത് കണ്ട് ആ അവസ്ഥയിലും അവളൊന്ന് വിറച്ചുപോയി. പക്ഷെ നിനക്കെൻ്റെ ദേവേട്ടന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. എൻ്റെ അല്ലേ? പിന്നെന്തിനാ നീ മോഹിച്ചേ?
അവള് സുരഭിയെ തുറച്ചു നോക്കി. വെള്ളം. സുരഭി പതിയെ പറഞ്ഞു. പൊന്നു, പോയിട്ട് വെള്ളം എടുത്തിട്ട് വാ. ജ്വാല പൊന്നുവിനോട് പറഞ്ഞതും അവള് പെട്ടെന്ന് താഴേക്ക് ഓടി. ജ്വാല സുരഭിയെ നോക്കി. നിന്നെ നിന്നെ ഇങ്ങോട്ടിന്റെ ദേവേട്ടൻ വിളിച്ചപ്പോഴും എനിക്ക് പേടിയായിരുന്നു. അറിയാ, ആരൊക്കെ ശ്രമിച്ചാലും എന്റെ ദേവേട്ടൻ എന്നെ പിരിക്കാൻ കഴിയില്ലാന്ന്. പക്ഷെ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന പേടിയുണ്ടായിരുന്നു. അതിനേക്കാൾ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നതിന് പിന്നില് ദേവേട്ടന് മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് അറിയായിരുന്നു. അവള് പറഞ്ഞു നിർത്തി. ജ്വാല വെള്ളം. പൊന്നു ജഗ് കൊണ്ടുവന്ന് ജ്വാലയ്ക്ക് കൊടുത്തു. ജ്വാല പതിയെ സുരഭിയുടെ തല ഉയർത്തി അവളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷെ വായിലേക്ക് പോയ വെള്ളം അതേ സ്പീഡിൽ രക്തമായി പുറത്തേക്ക് തന്നെ ഛർദ്ദിച്ചു പോയി സുരഭി. ജ്വാല പെട്ടെന്ന് അല്പം നീങ്ങി നിന്നു. ദേവേട്ട, ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്തിനാടി ഏട്ടത്തി, അവള് ചാവട്ടെ. അപ്പു ദേഷ്യത്തോടെ പറഞ്ഞു. വേണ്ട, ജീവിച്ചോട്ടെ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. പക്ഷേ ഇനിയൊരിക്കലും നീ ഇന്ത്യയോ എൻ്റെ ദേവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരരുത് സുരഭി. ഒരു താക്കീതോടെ ജ്വാല പറഞ്ഞു. സുരഭിക്ക് സംസാരിക്കാനൊന്നും വയ്യായിരുന്നു. നീ എന്താ കരുതിയേ? എൻ്റെ ദേവേട്ടനോട് പറയാതെയാ ഈ റൂമിലേക്ക് നിന്നെയും കൂട്ടി വന്നതെന്നോ? എനിക്കറിയായിരുന്നു, എന്നോട് പറഞ്ഞിട്ട് തന്നെയാ എൻ്റെ ദേവേട്ടൻ ഇങ്ങോട്ട് വന്നേ. ജ്വാല പറഞ്ഞു നിർത്തി. അത് സുരഭിയടക്കം എല്ലാവരും ഇപ്പോഴാണ് അറിയുന്നത്. നീ എന്താ കരുതിയേ? നിന്നിന്റെ ഭർത്താവിനെയും കൂടി ഒരുമിച്ച് കാണുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് സംശയിക്കുന്നോ? ജ്വാലയ്ക്ക് അറിയാവുന്നതുപോലെ നിനക്കറിയില്ല സുരഭിന്റെ ദേവേട്ടനെ. ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നിനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കണ്ടാലും എനിക്കൊന്നും തോന്നില്ല. അത് പറഞ്ഞപ്പോൾ ജ്വാലയുടെ ശബ്ദം ആർദ്രമായി. അഗ്നി പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ഈ ആക്സിഡന്റ് കാര്യം ഞാൻ ഇപ്പോഴാ അറിഞ്ഞേ. ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വന്നു കയറി അന്നേ നിനക്കിട്ട് തന്നേനാ ഞാൻ. ദേഷ്യത്തോടെ അതും പറഞ്ഞ് ജ്വാല പെട്ടെന്ന് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. കുഞ്ഞാ. അഗ്നി പാഞ്ഞു വന്ന് അവളുടെ കൈ ബലമായി സുരഭിയുടെ കഴുത്തിൽ നിന്നും എടുത്തു മാറ്റി. കുഞ്ഞ, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? മതി. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇനി നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് വരരുത് സുരഭി. വന്നാ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതുപോലെ ആവില്ല. കൊല്ലും നിന്നെ ഞാൻ. ഉറച്ചതായിരുന്നു ജ്വാലയുടെ വാക്കുകൾ. അഗ്നിയടക്കം എല്ലാവരും ആ വാക്കുകളിൽ നടുങ്ങിപ്പോയി. അതേ നിമിഷം ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട് സുരഭിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഒരട്ടയെ പോലെ ചുരുണ്ടു കിടക്കുന്ന അവളെ എല്ലാവരും ദേഷ്യത്തോടെ നോക്കി. ജ്വാല അഗ്നിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുപോയി. ആദ്യമായി ഞാൻ ഒരാളെ ഉപദ്രവിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാണോ അത് ചെയ്തേ? ജ്വാലയ്ക്ക് സംശയം തോന്നി. പക്ഷെ ഞാനിപ്പോൾ ചാരി നിൽക്കുന്ന ഈ ശരീരത്തിന്റെ ചൂടില്ലാതായ പിന്നെ ജ്വാലയുണ്ടോ? എന്റെ ദേവേട്ടന് എന്തെങ്കിലും പറ്റിയാ എങ്ങനെ സഹിക്കും ഞാനത്? തേങ്ങലോടെ പതിയെ പറഞ്ഞുകൊണ്ടവൾ അഗ്നിയെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഇല്ലടാ കുഞ്ഞാ, ഒന്നുമില്ല. അവളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ അവളുടെ കവിളിൽ സ്നേഹത്തോടെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവളുടെ കൈകൾ അഗ്നിയുടെ ശരീരത്തിൽ നിന്നും അയഞ്ഞുപോയി. അഗ്നി സംശയത്തോടെ അവളെ നോക്കുമ്പോഴേക്കും ബോധം നഷ്ടപ്പെട്ട് ജ്വാല നിലത്തേക്ക് ഊർന്നു പോയിരുന്നു. ഹേയ് കുഞ്ഞാ. ഞെട്ടലോട് അഗ്നി അവളെ താങ്ങിപ്പിടിച്ചു. അടുത്ത നിമിഷം അവൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് അവരുടെ റൂമിലേക്ക് പാഞ്ഞു. അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നു പോയിരുന്നു. അപ്പോഴേക്കും എല്ലാം കൂടി കണ്ടും കേട്ടും മോളാകെ തളർന്നു പോയതാടാ. നീ ഇങ്ങനെ വിഷമിക്കാതെ. ജ്വാലയെ നോക്കിയിരിക്കുന്ന അഗ്നിയെ നോക്കി മോഹൻ പറഞ്ഞു. അവൻ അയാളെ കലങ്ങിയ കണ്ണുകളോടെ നോക്കി. അവൾ ഇങ്ങനെയൊന്ന് റിയാക്ട് ചെയ്യുന്ന ഞാൻ കരുതിയില്ല അച്ഛാ. നിന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടാ കണ്ണാ. അങ്ങനെയുള്ളപ്പോ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാ അവൾ എങ്ങനെ സഹിക്കാനാടാ? ചിത്തു അവന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അഗ്നി ജ്വാലയുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. അവളെ റൂമിലേക്ക് കൊണ്ടുവരുമ്പോ ജ്വാലയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ല. മുഖത്ത് വെള്ളം കുടഞ്ഞിട്ടും അവൾ എഴുന്നേൽക്കാത്തത് കണ്ടതും അഗ്നിയും ബാക്കിയുള്ളവരും ആകെ ഭയന്നുപോയി. രാത്രി സമയമാണെന്ന് പോലും ഓർക്കാതെ അപ്പു അപ്പോൾ തന്നെ അവരുടെ ഫാമിലി ഫ്രണ്ടായ ഡോക്ടർ പത്മജയെ വിളിച്ച് വിവരം പറഞ്ഞു. അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ഫാമിലി ആയതുകൊണ്ട് തന്നെ പത്മജ അപ്പോൾ തന്നെ വരാമെന്നേറ്റു. കൂടെ തന്നെ സുരഭിയുടെ കാര്യങ്ങളും അപ്പു അവരോടൊന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആവശ്യമായ മെഡിസിൻസ് എല്ലാം എടുത്ത് പത്മജ അപ്പോൾ തന്നെ കൗസ്തുഭത്തിലേക്ക് തിരിച്ചു. കൂടെ തന്നെ അവരുടെ ഹസ്ബൻഡ് പ്രവീണും ഉണ്ടായിരുന്നു. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ പത്മജയും ഹസ്ബൻഡും കൗസ്തുഭത്തിലെത്തി. നേരെ അവർ അഗ്നിയുടെ റൂമിലേക്കാണ് വന്നത്. പത്മജ ജ്വാലയെ പരിശോധിച്ച് പേടിക്കാനൊന്നുമില്ലാന്നും പെട്ടെന്നെല്ലാം കേട്ടതിന്റെ ഞെട്ടലിൽ തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വയലന്റ് ആയപ്പോൾ ജ്വാല തളർന്നു പോയതാണെന്നും അവർ പറഞ്ഞപ്പോഴാണ് അഗ്നിയൊന്ന് ഓക്കെ ആയത്. ജ്വാലയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകി ഇപ്പോൾ അവളൊന്ന് മയങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് പത്മജ സുരഭി കിടക്കുന്ന റൂമിലേക്ക് പോയി. കഴിഞ്ഞതെല്ലാം ഓർത്തുകൊണ്ട് അഗ്നി ജ്വാലയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച അവയിൽ പതിയെ ചുംബിച്ചു. അഗ്നിയേട്ടാ. അതേ സമയം തന്നെ പൊന്നു അകത്തേക്ക് കയറി വന്നുകൊണ്ട് അവനെ വിളിച്ചു. അവൻ എന്തായെന്ന പോലെ അവളെ നോക്കി. അത് സുരഭിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാ ഡോക്ടർ പറയുന്നേ. സ്റ്റിച്ച് ഇടേണ്ട പരിക്കുണ്ടെന്ന്. മാത്രല്ല ഇത് കേസാവാൻ ചാൻസ് ഉണ്ടെന്നാ ഡോക്ടർ പറയുന്നേ. പൊന്നു പേടിയോടെ പറഞ്ഞു. കണ്ണാ. ചിത്തു പേടിയോടെ വിളിച്ചു. അഗ്നി താഴ്ന്നു വന്ന് ജ്വാലയുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റു.
അമ്മ നിങ്ങൾ രണ്ടാളും കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ വേണം. ഞാൻ ഇപ്പൊ വരാം, വാ പൊന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി പൊന്നുവിനെയും കൂട്ടി സുരഭി കിടക്കുന്ന റൂമിലേക്ക് നടന്നു. മോഹനേട്ടാ, എനിക്ക് പേടിയാവുന്നു, ഇത് കേസെങ്ങാനായ. ചിത്തു പറഞ്ഞു. നീ പേടിക്കാതെ ചിത്തു, ഒന്നും വരില്ല. മോഹൻ അവരെ ആശ്വസിപ്പിച്ചു. പക്ഷെ അപ്പോഴും അയാൾക്കുള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയാൾ ബെഡിൽ ശാന്തമായി ഉറങ്ങുന്ന ജ്വാലയെ നോക്കി അവളുടെ അടുത്തേക്കിരുന്നു. തുടരും.